അതെ, ഒന്നിങ്ങി വന്നേ മോളെ. എന്താ മോളിതൊന്നും കാണുന്നില്ലേ മോളെ? അമ്മ ഈ കിടന്ന് ഈ ജോലികളൊക്കെ ചെയ്ത് എന്തെങ്കിലും ഒന്ന് വന്ന് സഹായിക്കാൻ മോള് കയറി അങ്ങ് ഇരുന്നാ മതിയോ? അമ്മയ്ക്ക് അറിഞ്ഞൂടാ, എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ. മോള് നാളെ വിഷു അല്ലേ, എന്തെങ്കിലും നീ ഒന്നും ഉണ്ടാക്കണ്ട എന്നാ അമ്മ എന്തെങ്കിലും സഹായം വേണോ ഒന്ന് ചോദിച്ചൂടെ മോളെ? ഇങ്ങനെയാണോ വീട്ടിൽ പഠിപ്പിച്ചു വിട്ടത്? അമ്മ ഞാൻ വെറുതെ വന്ന് ചുമ്മാ അമ്മയെ കാണിക്കാൻ വേണ്ടി ചോദിക്കുന്നില്ല, എന്തെങ്കിലും അർത്ഥമുണ്ടോ? എനിക്ക് ഒന്നും ചെയ്യാൻ അറിഞ്ഞൂടാന്ന് ഓൾറെഡി അമ്മയ്ക്ക് അറിയാം. മോക്ക് എന്താ അറിയാന്നുള്ളത്? മോക്ക് ഒന്നും അറിയില്ല, എന്ത് ചോദിച്ചാലും അറിയില്ല. ഇവിടെ എല്ലാരും എല്ലാം പഠിച്ചിട്ടാണോ വരുന്നത്? ഞാനും ഒന്നും അറിയാതെ വീട്ടിൽ കെട്ടിക്കേറി വന്നത്, അത് കഴിഞ്ഞാ എല്ലാം പഠിച്ചത്. ഓരോന്നും ചെയ്താ പഠിക്കുന്നത്. നിഖില പറഞ്ഞ അമ്മ അടുക്കളയിലൊന്നും കയറണ്ടാന്ന്. നിഖില അങ്ങനെ പറയില്ല, എനിക്കറിയാലോ നിഖില. നീ ആവശ്യമില്ലാണ്ട് നിഖിലിനെ പറയണ്ട. എന്തെങ്കിലും ഒരു കാര്യം. ഇപ്പൊ അമ്മയുടെ പ്രശ്നം എന്താ? അമ്മയുടെ പ്രശ്നമാ. നീ ഇപ്പൊ എന്താ കാണിച്ചത്? എന്താ? ആ ഫ്രിഡ്ജ് തുറന്നു വെള്ളം എടുത്ത് കുടിച്ചു. എന്തെങ്കിലും നീ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടോ? ഇവിടെ വെള്ളം കൊണ്ടുവെക്കും, വെള്ളം കാണത്തില്ല. വേറെ ആരെങ്കിലും കുടിക്കാൻ വരുമ്പോ വെള്ളം എന്തിയെ? ആർക്കും വെള്ളം ഫ്രിഡ്ജില് കുപ്പിയില് വെള്ളം നിറച്ച് വെക്കാൻ വയ്യ. അമ്മയ്ക്ക് അല്ലെങ്കിലും ഞാൻ തൊട്ടേനും പിടിച്ചതിനും എല്ലാത്തിനും കുറ്റവാ. അമ്മ എന്തിനെങ്കിലും എന്നെ കുറ്റം പറയാത്തോണ്ടോ? നീ കുറ്റമില്ലാത്ത എന്താ കാണിച്ചിട്ടുള്ളത് ഇവിടെ? ഇച്ചിരി വെള്ളം നിറച്ച് വെക്കാൻ, അല്ലെങ്കിൽ ഈ വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സഹായിക്കാൻ ചുമ്മാ വന്നങ്ങോട്ട് ഇരിക്ക. അമ്മയടുത്ത് ചുമ്മാ സംസാരിച്ച് തർക്കിക്കാൻ ഞാൻ ഇല്ല. സംസാരിച്ച് ഞാൻ ചുമ്മാ എന്നെ വായനെന്തെങ്കിലും സംസാരിച്ചാ പറ്റില്ല, എനിക്കും അറിയാം. സംസാരിച്ച് ആവത്തില്ല എന്ന് പോന്നാണ്ടില്ലേ ചവിട്ടിത്തുള്ളി. ചേട്ടാ ചേട്ടാ ചേട്ടാ, അയ്യോ എനിക്കൊന്നും ഇത് എത്ര നേരമായി കിടന്നുറങ്ങണ്? ചേട്ടാ ഇവിടെ നടക്കുന്ന പോലെ അറിയുന്നുണ്ടോ? എന്തോ നടക്കാനാ? ഇവിടെ ചേച്ചി അമ്മയായിട്ട് പൊരിഞ്ഞടിയായിരുന്നു. അതറിയായിരിക്കുമല്ലോ. എന്തോ പ്രശ്നം? അതെന്തേലും ആവട്ടെ. ചേട്ടാ ഒന്ന് പോയി സംസാരിക്കുക ചേച്ചിയുടെ അടുത്ത്. എനിക്കെങ്ങും എന്ന് ഇതല്ലേ പരിപാടി ഇവിടെ? ചേട്ടനല്ലേ ചേച്ചി കെട്ടിക്കൊണ്ട് വന്നേ, പിന്നെ ചേച്ചിയുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കേണ്ടത് ചേട്ടനല്ലേ? നിന്റെ നാത്തൂന് അതിലും ഉത്തരവാദിത്വം നിനക്കാണല്ലോ ഈ കുടുംബം വൃത്തിയായിട്ട് പോണെങ്കിൽ. പിന്നെ ഞാനാണല്ലോ ചേച്ചിനെ കെട്ടിങ്ങോട്ട് കൊണ്ടുവന്നത്. എന്തോ പ്രശ്നം? അതെന്തോ ചേച്ചി കിച്ചണിൽ കയറാത്തതിന് അമ്മ വഴക്ക് പറഞ്ഞതാ. വിഷുവായിട്ട് തുടങ്ങിയത് ഇന്ന് മറ്റേ തള്ളൊക്കെ വരുന്നു പറയുന്നുണ്ട്. അയ്യോ ഞാനേ പ്രശ്നമായോ? അവിടെ ചേച്ചി കിടന്ന് കരയോ? ഞാൻ അതാ ചേട്ടൻ്റെ അടുത്ത് ചെന്ന് സംസാരിക്കാൻ പറയണേ. അവിടെ ചെന്ന് അവളെന്നെ ചാടി. ഞാൻ അച്ഛനെ വിളിച്ച് സംസാരിക്കട്ടെ. അച്ഛൻ വരുന്നുമില്ലല്ലോ. അച്ഛൻ വന്നെങ്കിൽ പാതി പ്രശ്നങ്ങൾ ഒഴിവായനെ. ഞാൻ അച്ഛനെ വിളിച്ചിട്ട് വരാം കേട്ടോ. അച്ഛാ എവിടാ അച്ഛാ? സുഖം. ഇങ്ങനെയൊക്കെ പോകുന്നു. ഹാപ്പി വിഷു. എന്തോ പ്രശ്നമാ അച്ഛാ ഇവിടെ? വിഷുവൊക്കെ ആയിട്ടും അത് തന്നെ. വിഷുവായിട്ട് അവളോട് വഴക്ക് തന്നെ. അമേരിക്കയിൽ പഠിച്ച് വളർന്നൊക്കെ ഈ വിഷുവിനെ കുറിച്ചൊക്കെ എങ്ങനെ അറിയാനാ? അവളോട് വിഷുവിൻ്റെ മറ്റേ കറി വയ്ക്കാനും പായസം വയ്ക്കാനും കൃഷ്ണനെ ഒരുക്കാനും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് എന്തോ അറിയാനാ? ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയതാ ഒരുക്കിൻ്റെ കാര്യത്തിൽ പറഞ്ഞു. മൊത്തം പ്രശ്നം തന്നെ ഇവിടെ. അച്ഛൻ എവിടെ പോയി? എന്ന് വരും? വിഷുവായിട്ടെങ്കിലും അച്ഛനോടൊന്ന് വന്നുകൂടായിരുന്നു. തിരക്കാണെന്ന് അറിയാം. എന്നാലും ഇവിടെ ഞാൻ പറഞ്ഞില്ല, അച്ഛന് അമ്മയെ വിളിച്ചൊന്ന് സംസാരിച്ചൂടെ? നല്ലൊരു ദിവസം തന്നെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എങ്ങനെ? അവള് ഒരു സൈഡിൽ അവൾക്കും പരാതിയും പ്രശ്നവും തന്നെ. ഞാനിങ്ങനെ വേറെ ഏതെങ്കിലും അത് മാറാൻ വേണ്ടിയിട്ട് നോക്കുക, അല്ലാതെ ഇവിടെ പറ്റത്തൊന്നുമില്ല. ശരി, ഞാൻ വിളിക്കാവേ. കുതു എന്താ എന്ത് പറ്റി? ഒരു മൂഡ് ഓഫ്? ഇവിടെ പ്രശ്നം തന്നെ അത്. എന്തേ? അളിയ പറ. തന്നെ ഇവിടെ വിളിച്ചോണ്ട് വന്നപ്പോ മുതൽ അമ്മയ്ക്കൊരു പ്രശ്നമുണ്ട്. ശരിക്കും പറഞ്ഞ അവള് ഹാപ്പിയാ, അവളുടെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അമ്മയാ ഇപ്പൊ വിഷുവിന്റെ കാര്യവും പറഞ്ഞ് ഒരുക്കിന്റെ കാര്യമൊക്കെ പറഞ്ഞ പ്രശ്നം. അമ്മയ്ക്കൊരു സ്വരച്ചേർച്ച ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോഴും ഇങ്ങനെ പ്രശ്നം കൂട്ടി കൊണ്ടുവന്നോണ്ടിരിക്കുക ഓരോരോ കാര്യവും പറഞ്ഞു. അവൾക്ക് വിഷുവിനും ഓണത്തിനും പറ്റി അങ്ങനെ ആചാരങ്ങളെ പറ്റി അത്ര വലിയ അറിവില്ല. അവൾക്കില്ല. അവളെ ഞാൻ പറഞ്ഞ അമേരിക്കയിൽ പഠിച്ച കുട്ടിയാണ്. അപ്പൊ അവൾക്ക് അതിനുള്ള ഇതൊന്നും ഇല്ലല്ലോ. പക്ഷെ അമ്മയ്ക്ക് തനി ഒരു നാടൻ ഇതിനെ കുറിച്ചൊക്കെ അറിയാവുന്ന ഒരു കുട്ടിയെ തന്നെ വേണം. അതായിരുന്നു അമ്മയുടെ പ്രശ്നം. നമുക്ക് ശരിയാക്കാം അമ്മേനെ, നമുക്ക് ശരിയാക്കാം. അമ്മയെ കൊണ്ടുവിടെല്ലാം കളയാന്നാണോ പറയാൻ പറ്റും? അങ്ങനെ ചെയ്യോ അളിയാ? നമുക്ക് ശരിയാക്കാന്നേ. എന്തെങ്ങനെ? ഇതൊക്കെ ഒരു വഴിയുണ്ട്, ഞാൻ പറയാം. ഓക്കെ. ഇല്ലെങ്കിൽ ഞങ്ങളിവിടുന്ന് താമസം മാറാൻ വേണ്ടി ഇരിക്കുക. അവൾക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ, വേറൊന്നും വിചാരിക്കല്ലേ. ഇല്ലല്ല, അവള് ഹാപ്പിയാണ്. പക്ഷെ ഈ ഒരു അമ്മയുടെ ഒരു ചില നിർബന്ധങ്ങൾ. അമ്മയുടെ നിർബന്ധം എന്താ വഴി? അതെന്താ ഐഡിയ? ഒക്കെ ഉണ്ട്. വിചാരിക്കുന്ന ആളൊന്നും അല്ല.
ഞാൻ ആരുമായിട്ട് ഒന്നും വിചാരിക്കണില്ല. അവസാനം എല്ലാരും കൂടെ ഇറക്കി വിടല്ലേ ഇവിടുന്ന്. എന്താ അളിയാ, ഇത് നമ്മുടെ വീടല്ലേ, അളിയൻ സ്വന്തം അളിയനല്ലേ, സെറ്റാക്കാ. കേക്കൂ. ഭക്തേ ശശികലേ എഴുന്നേൽക്കൂ. ഞാനാണ് നിന്റെ ഉണ്ണിക്കണ്ണൻ. നീ എന്താണ് ഈ ഭവനത്തിൽ കാണിച്ചു കൂട്ടുന്നത്? അത് കണ്ണ, ഞാൻ മനഃപൂർവ്വം അല്ല, അറിഞ്ഞോണ്ടല്ല. എൻ്റെ ഒരേ ഒരു മോൻ എന്നെ ഇഷ്ടമില്ലാതെ കൊണ്ടുവന്ന, അതുകൊണ്ടാണ് പറ്റിപ്പോയി. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അങ്ങനെ തന്നെയല്ലേ. നമുക്കിഷ്ടമില്ലാത്ത എന്തൊക്കെ നീ ചെയ്യുന്നുണ്ട്, ഞാൻ നിന്നെ ശിക്ഷിക്കുന്നുണ്ടോ? എന്നാലും എൻ്റെ കണ്ണ, എൻ്റെ മോൻ എന്നോടിത് കാണിച്ചത് കൊടുംചതിയായി പോയില്ലേ? അതൊക്കെ അവന്റെ കുസൃതിയായി കാണണം. അവന്റെ ഭാര്യയോട് നീ എന്താ ചെയ്യുന്നത്? അത് പിന്നെ ആ പെൺകൊച്ചൊരു അനുസരണയില്ല. ആ കുട്ടി നല്ല കുട്ടിയാണ്, മഹാലക്ഷ്മിയാണ്. നിന്നെ സ്വന്തം അമ്മയെ പോലെയാണ് കാണുന്നത്. അപ്പൊ നീ മകളെ പോലെ കാണേണ്ടതല്ലേ? എന്തെങ്കിലും അടുക്കളയിലൊരു ജോലിയെങ്കിലും ചെയ്യണ്ടേ സ്വന്തം മോളാണെങ്കിൽ? അതെന്തെങ്കിലും ആ കൊച്ചു ചെയ്യുന്നുണ്ടോ? അവളുടെ കൈകൾ പവിത്രമായ കൈകളാണ്. അവളെ കൊണ്ട് ഒരു പണി എടുപ്പിക്കാൻ പാടില്ല. രാജകുമാരിയെ പോലെ നോക്കണം. അവൾ നിന്റെ കുടുംബത്തിലേക്ക് മഹാലക്ഷ്മിയാണ്. ശരിക്കും ഉള്ളതാണ്. അവളെ നീ റാണിയെ പോലെ കാണണം. എനിക്ക് വിശ്വാസമില്ല. എന്നെ നിനക്ക് വിശ്വാസമില്ലേ? നിന്റെ ഉണ്ണിക്കണ്ണനെ നിനക്ക് വിശ്വാസമില്ലേ? അതുണ്ട്. പക്ഷെ ആ ശരിയാവൂല കണ്ണ. ഇത് ശരിയായില്ലെങ്കിൽ നിന്റെ ഈ കുടുംബം മൊത്തം കുട്ടിച്ചോറാവും. അയ്യോ, എന്റെ ശാപം അത് നിന്നിലേൽക്കും. അങ്ങനെ പറയല്ലേ. മറിച്ചാണെങ്കിൽ നിന്റെ ഈ കുടുംബം എല്ലാം നല്ല സമ്പൽ സമൃദ്ധിയോടെ കാണും. ശരിക്കും അവൾ നിങ്ങൾക്ക് ഐശ്വര്യം കൊണ്ടുവരും. അവളെ നീ റാണിയെ പോലെ കണ്ടാൽ മാത്രം മതി. അവൾക്ക് നീ അമ്മയാണ്, നീ മകളായി കാണുക. എനിക്ക് വിശ്വസിക്കാമോ? എന്നെ വിശ്വാസമുണ്ടല്ലോ, അത് മതി. നിന്നെയും നിന്റെ കുടുംബത്തിൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. എൻ്റെ മോനൊരു ജോലി, എല്ലാം ശരിയാവും. എൻ്റെ ഇളയ കുഞ്ഞിൻ്റെ പഠിത്തം, അതും ശരിയാവും. കുടുംബത്തെ കളഞ്ഞു നടക്കുന്ന എൻ്റെ ഭർത്താവ്, അതും ഞാൻ നോക്കാം. ശരിക്കും? ഉറപ്പായിട്ടും എന്നിൽ വിശ്വസിക്കൂ. നിന്റെ കുടുംബത്തെയും നിന്നെയും ഞാൻ രക്ഷിക്കാം. തഥാസ്തു. എൻ്റെ കൊച്ചിനമ്മ എന്തൊക്കെയോ അറിയാതെ പറഞ്ഞു പോയി. ഒന്നും ഉള്ളിലുണ്ടായിട്ടല്ലടി, എൻ്റെ പൊട്ട ബുദ്ധിയിൽ തോന്നിയതാ. എൻ്റെ കൊച്ചിനെ ഞാനിനി ചീത്തയൊന്നും പറയില്ല. പൊന്നു പോലെ നോക്കും പോലെ. അമ്മയ്ക്ക് ആള് മാറിയൊന്നുമില്ലല്ലോ. ഇല്ല, ഇന്നലെ അവൻ വന്നിരുന്നു. ആര്? എൻ്റെ കൃഷ്ണൻ എന്നോട് പറഞ്ഞു, എൻ്റെ കൊച്ചിനെ എന്നെ വിഷമിപ്പിക്കരുത്, നല്ലോണം നോക്കണം, സ്നേഹിക്കണം. നീ എന്താണോ ഇത് മാറി നിൽക്കടാ? എൻ്റെ കൊച്ചു നീ എൻ്റെ മോളാടി, ദേ ഇവളെ പോലെ. ദേ നമ്മൾ ഈ വിഷുവിനെ എല്ലാവരും ഇനി മുതൽ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഐക്യത്തോടെ കഴിയണം കേട്ടോ. പിണങ്ങണ്ട, സന്തോഷം. എന്നാലും ഇത് ഏത് കൃഷ്ണനായിരിക്കും? അളിയ, എടാ നീയാ ഇത്? ഇതാണ് ഞാൻ പറഞ്ഞ പ്ലാൻ. ആ, അമ്മേനെ ഞാൻ കൺവിൻസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാ. ഭയങ്കരം തന്നെ. നന്ദിയുണ്ട് കൃഷ്ണ. അല്ലടാ അളിയാ, ഈ ഒരു കാര്യത്തില്
സമ്മതിച്ചു തന്നിരിക്കുന്നേ. പിന്നല്ല, എന്തായാലും വീണ്ടുണ്ട് കേട്ടോ അമ്മ വർക്ക. ഉറപ്പല്ലേ? ഇതാ പറഞ്ഞ ഇന്ത്യയിൽ ഇങ്ങനത്തെ പല ഉടായ്പ നല്ല പ്ലാനുകളുണ്ട്. ഇല്ല, നല്ല പ്ലാനുകളായ മതി. ഉണ്ട്. ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോജനപ്പെടും. അങ്ങോട്ടും ഇങ്ങോട്ടും. എനിവേ ഹാപ്പി വിഷു. ഹാപ്പി വിഷു അളിയാ.